ഹായ്, എല്ലാവർക്കും സൈലം പി എസ് സിയുടെ യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലോട്ട് സ്വാഗതം. നമുക്കിന്ന് 3 പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം. നമുക്കറിയാം 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ. സാഹിത്യത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് നമുക്കറിയാം. അതിൽ 11 ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായിട്ട് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുക 6 മലയാളികൾക്ക് ഇത് ലഭിച്ചു എന്നുള്ളതായിരുന്നു അതിനേക്കാൾ വലിയൊരു ഭാഗ്യം. അതിലും ആദ്യം ലഭിച്ചത് ഒരു മലയാളിയായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലേ. ഒത്തിരി തവണ BS നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആര്, താഴെ തന്നിരിക്കുന്നവയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാം എന്നുള്ളതല്ല അല്ലേ. ജസ്റ്റ് ഞാനൊന്ന് പറയുന്നു, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയായിരുന്നു G ശങ്കരക്കുറുപ്പ് അല്ലേ. 1965 G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. അതിനുശേഷം 1980 SK പൊറ്റക്കാടിന് ലഭിക്കുന്നു. 1984 തകഴി ശിവശങ്കരപിള്ളയ്ക്ക് ലഭിക്കുന്നു. അതിനുശേഷമാണ് 1995 MT വാസുദേവൻ നായർക്കും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 2007 ONV കുറുപ്പിനും 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും എന്ത് ചെയ്യാണ്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയാണ്. അങ്ങനെ 2024 ജ്ഞാനപീഠ പുരസ്കാരത്തിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിന്ന് പ്രവേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് നോക്കാം. 2024 പുരസ്കാരമാണ് 2025 പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ഓർത്ത് വെച്ചോളുക, 11 ലക്ഷമാണ് സമ്മാനത്തുക എന്ന് പറയുന്നത്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ പേരൊന്ന് ഓർത്ത് വെച്ചോളുക, വിനോദ് കുമാർ ശുക്ല. ഇനി ഏത് ഭാഷയിലാണ് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിന്ദി ഭാഷയ്ക്കാണ് ഇപ്രാവശ്യം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഹിന്ദി ഭാഷയ്ക്ക് ലഭിക്കുന്ന 12ാമത്തെ സാഹിത്യകാരൻ കൂടിയാണ്. ഹിന്ദി ഭാഷയ്ക്കാണ് 12ാമത്തെ സാഹിത്യകാരൻ കൂടിയാണ് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം അദ്ദേഹം ഏത് സംസ്ഥാനം എന്ന് ചോദിക്കാം. കാരണം ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയും കൂടിയാണ് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയും കൂടിയാണ് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു വ്യക്തി. 3 കാര്യങ്ങളാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്, വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 11 ലക്ഷം രൂപയാണ് സമ്മാനത്തുക നൽകുന്നത്. ഇപ്രാവശ്യം ഏത് ഭാഷയ്ക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിന്ദി ഭാഷയ്ക്കാണ്. വിനോദ് കുമാർ ഏത് സംസ്ഥാനത്തുകാരൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവും കൂടിയാണ് വിനോദ് കുമാർ ശുക്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു 3 പ്രധാന കൃതികൾ എന്ത് ചെയ്യാണ്, ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വേണം. 3 പ്രധാന കൃതികൾ. അതിലൊന്ന് ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന് പറയുന്ന ഒരു കൃതി. നമ്മൾ എവിടെയോ ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ പറയാം. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സബ് കുച്ച് ഹോന ബച്ചാ രഹേഗ എന്ന് പറയുന്ന കൃതി. അദ്ദേഹത്തിന്റെ പ്രധാന മറ്റൊരു കൃതിയാണ് ദിവാർ മേൻ ഏക് ഗിർഖി രാഹത്തി ധി എന്ന് പറയുന്ന കൃതി. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ 2020 അദ്ദേഹത്തിന് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച കൃതിയാണടാ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. 2020 അദ്ദേഹത്തിന് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന കൃതിയും കൂടിയാണ് ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. ചോദിച്ചൂടെ, വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. നമുക്കറിയാം ജ്ഞാനപീഠം ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം, സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നു എന്ന് പറയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു കൃതിയൊക്കെ നമ്മളോട് BS ചോദിക്കാം. അദ്ദേഹത്തിന് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന കൃതിയാണ് ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന് പറയുന്ന കൃതി. സക്കുച്ച് ഹോന ബച്ചാ രഹേഗ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി സിനിമയാക്കിയ ഒരു കൃതിയാണ്. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. സിനിമയാക്കിയ ഒരു കൃതിയും കൂടിയാണ് സക്കുച്ച് ഹോന ബച്ചാ രഹേഗ എന്ന് പറയുന്നത്. മണിരത്നം സംവിധാനം ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അത്രയും ഡീപ്പായിട്ടൊന്നും പോണ്ട, എന്നാലും സിനിമയാക്കിയ അദ്ദേഹത്തിന്റെ കൃതിയാണത്. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഒരു കൃതിയാണ് ദിവാർ മേൻ ഏക് ഗിർഖി രാഹത്തി ധി എന്ന് പറയുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ്.
അപ്പൊ 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് വിനോദ് കുമാർ ശുക്ല എന്നുള്ളതാണ് നമുക്കിവിടെ പ്രധാനം. ഏത് വർഷത്തെയാണ്? 2024 പുരസ്കാരമാണ് 25-ൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് ഭാഷയ്ക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിന്ദി ഭാഷയ്ക്കാണ്. അദ്ദേഹം ഏത് സംസ്ഥാനത്തുകാരനാണ്? ഛത്തീസ്ഗഡ് സ്വദേശിയും കൂടിയാണ്. അദ്ദേഹം ഛത്തീസ്ഗഡ് സ്വദേശിയും കൂടിയാണ്. ഞാൻ ഒന്ന് രേഖപ്പെടുത്തിയിട്ട് പോകുന്നു. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം അല്ലേ? 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം നമുക്ക് 2 പേർക്ക് നമ്മൾ കൊടുത്തതായിട്ട് നമ്മൾ പഠിച്ചു. ഒന്ന് ഗുൽസാർ അല്ലേ? ഗുൽസാർ ഉറുദു ഭാഷയിലാണ്. ഉറുദു ഭാഷയിൽ ലഭിക്കുന്ന 5ാമത്തെ വ്യക്തി എന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഗുൽസാറിനെ. മറ്റൊന്ന് ജഗദ്ഗുരു രാമഭദ്രാചാര്യ അല്ലേ? ജഗദ്ഗുരു രാമഭദ്രാചാര്യ. അദ്ദേഹത്തിന് കണ്ണു കണ്ടുകൂടാത്തൊരു വ്യക്തിയാണ്. ഗ്ലോക്കോമ കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് അതൊക്കെ. ആ ഭാഷയിൽ ഞാൻ ഭാഷ പറയുന്നില്ല, ഒന്ന് കമന്റ് ചെയ്തേക്കുക. ആ ഭാഷയിൽ ലഭിക്കുന്ന 2ാമത്തെ വ്യക്തിയും കൂടിയാണ് ജഗദ്ഗുരു രാമഭദ്രാചാര്യ എന്ന് നമ്മൾ പഠിച്ചു. ഏതാണ് ഭാഷ എന്നുള്ളതാണ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. ഏത് ഭാഷയ്ക്കാണ് ജഗദ്ഗുരു രാമഭദ്രാചാര്യക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ 58ാമത് പുരസ്കാരം ഇവിടെ 2 പേർക്ക് നമ്മൾ കൊടുത്തായിരുന്നു, ഗുൽസാറിനും ജഗദ്ഗുരു രാമഭദ്രാചാര്യക്കും. ഗുൽസാറിന്റെ ഭാഷയാണ് ഉറുദു. ജഗദ്ഗുരു രാമഭദ്രാചാര്യയുടെ ഭാഷ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ലഭിച്ച ആ ഭാഷയിൽ ലഭിക്കുന്ന 2ാമത്തെ വ്യക്തിയാണ്. ആദ്യം ലഭിക്കുന്നത് സത്യവ്രത ശാസ്ത്രികൾക്കായിരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 2006 സത്യവ്രത ശാസ്ത്രികൾക്ക് ലഭിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ പ്രധാനം 59ാമത് തന്നെയാണ്. പഠിച്ചു വെച്ചോളുക, വിനോദ് കുമാർ ശുക്ല കിട്ടണം. ഓക്കെ, ശേഷം നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരം പോകാം. 2025-ലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം അല്ലെ? പടയണി എന്ന് പറയുന്ന ഒരു കല പഠിക്കുമ്പോൾ നമ്മൾ പടയണി ഗ്രാമമായിരിക്കുന്ന കടമനിട്ട എന്ന് പറയുന്ന ഒരു പ്രദേശം നമ്മൾ പഠിക്കുകയും ആ കടമനിട്ട എന്ന ഗ്രാമ ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് കടമനിട്ട രാമകൃഷ്ണൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് കടമനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്നതാണ് കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം. കടമനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷന്റെ 2025-ലെ കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ എം ലീലാവതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. എം ലീലാവതി, സാഹിത്യകാരിയായിരിക്കുന്ന എം ലീലാവതി. 2010-ൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തിയും കൂടിയാണ് എം ലീലാവതി. 2010-ൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന എം ലീലാവതി. 2010-ൽ എഴുത്തച്ഛൻ പുരസ്കാരം. ഓക്കെ, സ്വാഭാവികമായിട്ടും ഒരു സാഹിത്യകാരിക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പുരസ്കാരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ PSC നമ്മളോടൊരു ചോദ്യമുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ അവരുടെ കൃതി അല്ലാത്ത കൃതി ഏത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആത്മകഥയുണ്ടെങ്കിൽ ഏതാണ് ആത്മകഥ എന്നുള്ളൊരു ചടങ്ങ് അല്ലേ? നമുക്ക് എം ലീലാവതിയുടെ 1-2 കൃതികളൊന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഏതെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? എഴുതുക എന്നുള്ളതാണ്. പ്രധാന കൃതികളാണ്. ഒന്ന് വർണ്ണരാജി. ഞാനൊന്ന് കൃതികളൊന്ന് വായിച്ചു പോവുകയാണേ. വർണ്ണരാജി, കവിതാധുനി, അപ്പുവിന്റെ അന്വേഷണം, നവതരംഗം, കണ്ണീരും മഴവില്ലും, ഉണ്ണിക്കുട്ടന്റെ ലോകം, ഭാരതസ്ത്രീ, ചോരയിൽ ചേർന്നലിഞ്ഞ ഭാവഗാനധാര എന്ന് പറയുന്ന കൃതി എം ലീലാവതിയുടേതാണ്. ആത്മകഥ പഠിച്ചു വെച്ചോ, ധ്വനിപ്രയാണം. എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. കൃതികൾ എന്നോടൊപ്പം ഒന്ന് വായിക്കുക. നമുക്ക് തുടങ്ങാം. 1ാമത്തെ കൃതി ഏതാ? വർണ്ണരാജി, കവിതാധുനി, അപ്പുവിന്റെ അന്വേഷണം, നവതരംഗം, കണ്ണീരും മഴവില്ലും, ഉണ്ണിക്കുട്ടന്റെ ലോകം, ഭാരതശ്രീ, ചോരയിൽ ചേർന്നലിഞ്ഞ ഭാവഗാനധാര എന്ന് പറയുന്നതും ഏതാണ് ആത്മകഥ? ധ്വനിപ്രയാണം എന്ന് പറയുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത്. വർണ്ണരാജി നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. കാര്യം വർണ്ണരാജിക്ക് എം ലീലാവതിക്ക് ഓടക്കുഴൽ പുരസ്കാരവും വർണ്ണരാജിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഒരു കൃതിയാണ് വർണ്ണരാജി എന്ന് പറയുന്ന കൃതി. ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കവിതാധുനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഒരു കൃതിയും കൂടിയാണ് കവിതാധുനി എന്ന് പറയുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. എം ലീലാവതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന കൃതി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കവിതാധുനിയാണ്.
അപ്പുവിന്റെ അന്വേഷണം. അപ്പുവിന്റെ അന്വേഷണങ്ങൾക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. അപ്പുവിന്റെ അന്വേഷണങ്ങൾക്കാണ് എം ലീലാവതിക്ക് വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പുവിന്റെ അന്വേഷണം എന്ന് പറയുന്ന കൃതിക്കാണ് വയലാർ പുരസ്കാരം. അപ്പുവിന്റെ അന്വേഷണം. ആ 3 കൃതി നമുക്ക് പ്രധാനമാണ്, ചോദിക്കാം. ഇവിടെ മറ്റൊരു പ്രധാനം നമ്മൾ പഠിച്ചിട്ടാണ് ഈ കൃതിയിലോട്ട് വന്നത്. എന്നാണ്? 2025 കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം. അതും കൂടി ഓർത്ത് വെച്ചോളണേ. ആർക്ക് ലഭിച്ചു? എം ലീലാവതിക്കാണ്. സോ കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം അത് കൃതിയൊക്കെയല്ല, സോ അത് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഒരു പുരസ്കാരം കൂടിയാണ്. ഏതാണ് ആത്മകഥ എന്ന് ചോദിച്ചാൽ ധ്വനിപ്രയാണമാണ്. എം ലീലാവതിയുടെ ആത്മകഥ ഏതാണ്? ധ്വനിപ്രയാണം. ഒന്ന് റിവൈസ് ചെയ്ത് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചത് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. ജ്ഞാനപീഠ പുരസ്കാരം ആർക്ക് ലഭിച്ചിരിക്കുന്നു? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. 2025 കടമനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ നൽകുന്ന കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം എം ലീലാവതിക്കും ലഭിച്ചിരിക്കുന്നു. ശേഷം എന്താ നമ്മൾ അറിഞ്ഞിരിക്കുക? 2025 ജ്ഞാനപ്പാന പുരസ്കാരം. ജ്ഞാനപ്പാന ഗുരുവായൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും കൂടി ചേർന്ന് നൽകുന്നതാണ് ജ്ഞാനപ്പാന പുരസ്കാരം. സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 50,001 സമ്മാനത്തുക എന്ന് പറയുന്നത് 50,001. നമ്മളവിടെ സമ്മാനത്തുക പറഞ്ഞില്ലായിരുന്നു അല്ലേ? സോറി ശക്തിമാൻ, വരൂ. ഇവിടുത്തെ സമ്മാനത്തുക നോക്കാം നമുക്ക്. ഫാൻസി നമ്പർ 55,555 രൂപയാണ്. കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 55,555 രൂപയാണ്. ദാ നോക്കൂ, ഇവിടെ 50,001 ജ്ഞാനപ്പാന പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് KP ശങ്കരൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹം നിരൂപണ സാഹിത്യങ്ങൾ എഴുതുന്ന KP ശങ്കരൻ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനാണ്, പ്രൊഫസറാണ് അദ്ദേഹം. KP ശങ്കരൻ പഠിച്ചു വെച്ചോളുക. KP ശങ്കരൻ 25 ജ്ഞാനപ്പാന പുരസ്കാരമാണ് KP ശങ്കരൻ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണെന്ന് സമീപനം, ഋതുപരിവർത്തനം, നവകം, അനുശീലനം. അനുശീലനം ഓർത്ത് വെച്ചോളുക. അനുശീലനം, സംസ്കാരം. അനുശീലനം നമുക്കൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഉണ്ടല്ലേ. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി നിരൂപണ സാഹിത്യം ലഭിച്ചിരിക്കുന്ന കൃതിയാണ് അനുശീലനം എന്ന് പറയുന്നത്. ആർക്കാ? KP ശങ്കരൻ. അപ്പൊ 2025 ജ്ഞാനപ്പാന പുരസ്കാരം PS ചോദിക്കുന്ന ഒരു പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടായിരിക്കും. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി ആര് എന്നൊരു ചോദ്യം PS ചോദിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? രാധാകൃഷ്ണൻ കാക്കശ്ശേരി അല്ലേ? ചോദിച്ചതാ. രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കായിരുന്നു ജ്ഞാനപ്പാന പുരസ്കാരമെങ്കിൽ 25 ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ KP ശങ്കരനാണ്. KP ശങ്കരൻ പഠിച്ചു വെച്ചോളുക. 50,001 സമ്മാനത്തുക. നമ്മളോട് പുരസ്കാരങ്ങൾ തന്നിട്ട് എയിൽ അല്ലെങ്കിൽ 1 പുരസ്കാരം തന്നിട്ട് ഇവിടെ എയിൽ നിന്നും വ്യക്തിയെ തിരഞ്ഞെടുക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇനി പ്രതീക്ഷിച്ചു കൊള്ളുക. അങ്ങനെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എഴുതണം. ഏതെങ്കിലും ഒരു പുരസ്കാരം അറിഞ്ഞിരുന്നാൽ മാത്രം മതിയായിരിക്കും നമുക്ക് ആ ആൻസറിൽ നിന്നും. അത് ബാക്കിയെല്ലാം നമുക്ക് ക്യാച്ച് ചെയ്യാം. അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരമായി 2025 കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം നമ്മൾ ഇന്ന് പഠിച്ചു. ഒപ്പം ജ്ഞാനപ്പാന പുരസ്കാരമാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നൊന്ന് നോക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.